ചില സിനിമകളുണ്ട്. സിനിമ കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ തന്നെ കാണും. മമ്മൂട്ടി സിനിമയെ മുന്നറിയിപ്പ് അങ്ങനെ ഒരെണ്ണമാണ്. സി.കെ. രാഘവൻ കുറേ ദിവസത്തേക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അടുത്ത് ഞാനൊരു മറാഠി സിനിമ കണ്ടായിരുന്നു. അതിലെ ഒരു കഥാപാത്രവും എൻ്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ക്രിട്ടിക്സ് ഈ സിനിമയെ വിളിച്ചത് ടെറിഫയിങ് ആൻഡ് എഫക്റ്റീവ് വിത്ത് സ്ട്രോങ് പെർഫോമൻസ് എന്നാണ്. അനുജ, നേഹ എന്ന 2 ടീച്ചർമാർ സെൻസസ് ഡ്യൂട്ടിയുമായി വളരെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഗർഭിണിയായ പ്രേരണ എന്നൊരു പെൺകുട്ടിയെ കാണുന്നു. അവരോട് വീട്ടിലുള്ളവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന കൂട്ടത്തിൽ അവളുടെ മറ്റു കുട്ടികളെപ്പറ്റി ചോദിക്കുമ്പോൾ വളരെ നിസ്സംഗമായ ഒരു മറുപടി. അവർ ജനിക്കും, കുറച്ചു നേരം കരയും, എന്നിട്ട് മരിച്ചു പോകും. ഇത് കേട്ട് അവർ ഞെട്ടി. എന്തോ പന്തികേട് തോന്നിയുകൊണ്ട് അനുജയും നേഹയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഇവരുടെ സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ല. അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അവിടുത്തെ വേലക്കാരനായ ഭോല എന്നൊരു പയ്യനെ കാണും. ആ കഥാപാത്രത്തിൻ്റെ ഒരു ക്രീപ്പി ചിരിയുണ്ട്. ടമ്പോ. തിരികെ പോയ അനുജയ്ക്ക് പ്രേരണ ഒരുപക്ഷെ അപകടത്തിലായിരിക്കുമോ എന്ന ആശങ്ക ഉണ്ടാകുന്നു. സെൻസസ് ഡേറ്റയിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കാനെന്ന പേരിൽ പ്രേരണയെ തിരക്കി ചെല്ലുന്ന അവർ ആ വീട്ടിൽ തന്നെ തങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. തുടർന്ന് അവർക്കവിടെ കടന്നു പോകേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, കാണേണ്ടി വരുന്ന കാര്യങ്ങൾ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്തു പോകുന്നവയാണ്. ഇതെവിടെ കാണാമെന്ന് ഞാൻ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ സിനിമ സജഷൻസ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഫോളോ ചെയ്യൂ. സിനിമയുടെ പേര് വെൽക്കം ഹോം എന്നാണ്. 2020 ഇത് റിലീസായത്. ഒരു അടിപൊളി സർവൈവർ ത്രില്ലർ സിനിമ കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയ സിനിമയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഹിന്ദി നടൻ പരേഷ് റാവലാണ്. പുഷ്കർ മഹാബൽ എന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തത്. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ കൊടുത്തത് കശ്മീര റാണി, സ്വർദ തിലക്, പിന്നെ ആ ക്രീപ്പിയായ റോളിൽ ഭോലാറാം ദാസ് എന്ന നടനുമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി വാച്ച്. ഇറ്റ്സ് ഡീപ്ലി ഡിസ്റ്റർബിങ് ആൻഡ് ഇൻറ്റൻസ്. സോണി ലീവാണ് ഇത് റിലീസ് ചെയ്തത്. പക്ഷേ ഞാൻ തപ്പിയപ്പോൾ അവിടെ കാണാനില്ലായിരുന്നു. തപ്പി വന്നപ്പോഴത്തേക്ക് അവസാനം കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ്. അത് ആരോ സോണി ലിവിൽ നിന്ന് റിപ്പ് ചെയ്തെടുത്ത് അവിടെ ഇട്ടാണ്. സോണി അതിനെ കോപ്പിറൈറ്റ് കൊടുത്ത് റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് മുമ്പ് കഴിയുന്നതും അത് കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ നൈസ് മൂവി, ബട്ട് നോട്ട് ആൻ ഈസി വൺ. സീ യു.